ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. 12ാം ക്ലാസ്സിലെ വിശ്വാസ പരിശീലന പാഠാവലിയിലെ രണ്ടാമത്തെ അധ്യായമാണ് നമ്മൾ ഇന്ന് വിശദമായി നോക്കാൻ പോകുന്നത്. നമ്മുടെ അധ്യായത്തിന്റെ പേരാണ് എൻ്റെ സീറോ മലബാർ സഭ. 12 വർഷത്തെ വിശ്വാസ പരിശീലനം പൂർത്തിയാക്കി പുറത്തേക്കിറങ്ങിയ ശേഷവും ഒരു ഉത്തമ വിശ്വാസിയായി തിരുസഭയിൽ വളരെ കാലം തുടരുമ്പോഴും നമ്മുടെ സഭയിലെ വലിയൊരു ശതമാനം ആളുകൾക്കും വ്യക്തതയില്ലാത്ത ഒരു കാര്യമാണ് നാം അംഗമായ നമ്മുടെ സഭയുടെ ഐഡന്റിറ്റി, വ്യക്തിത്വം, ഉത്ഭവം, വളർച്ച, തനിമ എന്നിവയെക്കുറിച്ചുള്ള കാര്യങ്ങൾ. പ്രത്യേകിച്ചും കേരളം എന്ന സംസ്ഥാനത്തിൽ കത്തോലിക്കവും അകത്തോലിക്കവുമായ ഒരുപാട് ക്രിസ്തീയ സഭകളുടെ ഇടയിൽ ഇടകലർന്ന് ജീവിക്കുന്ന നാം നമ്മുടെ സ്വന്തം സഭയായ സീറോ മലബാർ സഭയുടെ തനിമയെക്കുറിച്ചും ചരിത്രത്തെക്കുറിച്ചും ഉത്ഭവത്തെക്കുറിച്ചും അറിഞ്ഞിരിക്കേണ്ടത് നമ്മുടെ ഏറ്റവും പ്രഥമവും പ്രധാനവുമായ ഉത്തരവാദിത്വം തന്നെയാണ്. നമ്മുടെ വിശ്വാസത്തിന്റെ പിതാവായ മാർ തോമസ് ലീഹ ചങ്കുറപ്പോടെ ചോര ചൊരിഞ്ഞ് രൂപപ്പെടുത്തിയ നമ്മുടെ സഭ വിശ്വസിക്കാനും ആരാധിക്കാനും ജീവിക്കാനും പ്രാർത്ഥിക്കാനും പഠിപ്പിച്ച് നമ്മെ ഈശോയിൽ വളർത്തുന്ന നമ്മുടെ അമ്മയായ സഭ, നമ്മുടെ സീറോ മലബാർ സഭ. നമ്മുടെ അമ്മയായ സഭയെ നാം സ്നേഹിക്കുന്നുണ്ടോ? അറിയാതെ ആരെയും സ്നേഹിക്കാനാകില്ല, അല്ലേ? അപ്പോൾ സീറോ മലബാർ സഭയെക്കുറിച്ച് നമുക്ക് വേണ്ടത്ര അറിവുണ്ടോ? എന്താണ് എൻ്റെ മാതൃസഭയുടെ തനിമ, സവിശേഷത? ഈ കാര്യങ്ങളെല്ലാം നമുക്ക് വിശദമായി ഒന്ന് നോക്കാം. പൗരസ്ത്യ തിരുസംഘത്തിന്റെ തലവനായിരുന്ന കർദിനാൾ യൂജിൻ ടിസറാങ് ഒരിക്കൽ നമ്മുടെ സഭയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായി, ഞാൻ നിങ്ങളുടെ സഭയെ സ്നേഹിക്കുന്നു എന്തെന്നാൽ എനിക്ക് അവളുടെ ചരിത്രമറിയാം. നമ്മുടെ അമ്മയായ സീറോ മലബാർ സഭയെ ആഴത്തിൽ സ്നേഹിക്കാൻ സഭയുടെ ചരിത്രമറിയണം. എവിടെയാണ് ഈ ചരിത്രം ആരംഭിക്കുന്നത്? സഭകളുടെ എല്ലാ ചരിത്രവും ആരംഭിക്കുന്നത് ഒരേ ഒരു വ്യക്തിയിൽ നിന്നാണ്, അത് ഈശോയാണ്. ഈശോയുടെ വിളികേട്ട് ശിഷ്യന്മാർ അവിടുത്തെ അനുഗമിക്കുകയുണ്ടായി. നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിനെന്ന് ഈശോ സ്വർഗാരോഹണത്തിന് മുൻപ് ശിഷ്യന്മാരോട് ആഹ്വാനം ചെയ്തു. ഈ ദൗത്യം ഏറ്റെടുത്ത ശിഷ്യന്മാർ ഈശോയുടെ പ്രബോധനങ്ങളെക്കുറിച്ച് ലോകം മുഴുവനും ചുറ്റി സഞ്ചരിച്ചു പ്രസംഗിച്ചു. അവരുടെ പ്രഘോഷണത്തിലൂടെ ഈശോ എല്ലായിടത്തേക്കും എത്തി. അവരെ ശ്രവിച്ച് മാമോദീസ സ്വീകരിച്ച് വിശ്വാസം സ്വീകരിച്ചവർ ഒരു പുതിയ സമൂഹമായി മാറി, പുതിയ സഭയായി മാറി. അവിടങ്ങളിലെല്ലാം പല പല സഭകൾ രൂപം കൊണ്ടു. അങ്ങനെ ആദിമകാലത്ത് അപ്പസ്തോലന്മാരിലൂടെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ രൂപം കൊണ്ടതും, അതേസമയം ഇന്ന് വിശുദ്ധ പത്രോസിന്റെ പിൻഗാമികളായ മാർപ്പാപ്പമാരോട് ചേർന്ന് നിൽക്കുന്നതുമായ പല വ്യക്തിസഭകളുടെ കൂട്ടായ്മയാണ് പരിശുദ്ധ കത്തോലിക്ക സഭ അല്ലെങ്കിൽ തിരുസഭ. മിസ്റ്റിക്കൽ ബോഡി, ഈശോയുടെ മൗതിക ശരീരം എന്ന് നാം തിരുസഭയെ വിശേഷിപ്പിക്കുന്നു. അതേസമയം നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാന കാര്യമുണ്ട്. ഈശോയിൽ ഒന്നായിരിക്കുമ്പോഴും ഈ ഓരോ വ്യക്തിസഭകൾക്കും അവയുടേതായ തനതായ വ്യക്തിത്വമുണ്ട്. കത്തോലിക്ക സഭയുടെ ഔദ്യോഗിക മതബോധന ഗ്രന്ഥത്തിലെ 835 ഭാഗത്തിൽ പറയുന്നു, സഭ അവളുടെ വിളിയിലും ദൗത്യത്തിലും സാംസ്കാരികവും സാമൂഹികവും മാനുഷികവുമായ വൈവിധ്യമുള്ള സ്ഥലങ്ങളിൽ വേരുറപ്പിക്കുമ്പോൾ ഓരോ ഭാഗത്തും അവൾ വ്യത്യസ്തമായ ബാഹ്യരൂപവും സ്വഭാവവും സ്വീകരിക്കുന്നു. സഭ രൂപം കൊള്ളുന്ന സ്ഥലങ്ങൾക്കനുസരിച്ച്, അവിടുത്തെ സാംസ്കാരിക രീതികൾ അനുസരിച്ച് ഓരോ വ്യക്തിസഭയ്ക്കും അവയുടേതായ തനിമയാർന്ന വ്യത്യസ്തമായ ബാഹ്യരൂപങ്ങൾ ഉണ്ട് എന്നതാണ് ഇതിന്റെ അർത്ഥം. അപ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ്, ഈ വ്യക്തിസഭകളെല്ലാം വിവിധങ്ങളായിരിക്കുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? നാം എല്ലാവരും പിന്തുടരുന്നത് ഒരേ വിശ്വാസവും ഒരേ കൂദാശകളുമാണെന്ന് നമുക്കറിയാം. അതാണല്ലോ നമ്മെ പരിശുദ്ധ കത്തോലിക്ക സഭ എന്ന ഒറ്റ സഭയുടെ കീഴിൽ കൊണ്ടുവരുന്നത്. പക്ഷേ ഈ വ്യക്തി സഭകൾ എന്തിലാണ് വ്യത്യസ്തമായിരിക്കുന്നത്? അവ താഴെ പറയുന്ന ഘടകങ്ങളിലാണ്. ഈ ഓരോ സഭയ്ക്കും അവയുടെ ആരാധനാക്രമം, ലിറ്റർജി, ദൈവശാസ്ത്രം, തിയോളജി, ആധ്യാത്മിക പൈതൃകം, അവർ പിന്തുടരുന്ന ട്രഡീഷൻസ്, ഭരണക്രമം, ഈ 4 കാര്യങ്ങളിലും ഈ വ്യക്തിസഭകൾക്ക് മറ്റു സഭകളിൽ നിന്ന് വ്യത്യാസമുണ്ട്. ഈ പറഞ്ഞ ഘടകങ്ങളിൽ വ്യത്യസ്തതയുള്ള, തനിമയുള്ള, ഒരു പ്രത്യേക ഐഡന്റിറ്റിയുള്ള ഒരു വ്യക്തിസഭയാണ് നാം അംഗമായ സീറോ മലബാർ സഭ. നമ്മുടെ ഭാരതത്തിൽ സുവിശേഷം അറിയിച്ച മാർ തോമസ് ലീഹയാണ് നമ്മുടെ സഭയുടെ പിതാവ്. നമ്മുടെ സഭ രൂപം കൊണ്ട ഭാരതം എന്ന നമ്മുടെ നാടിന്റെ സാംസ്കാരികവും സാമൂഹികവും മാനുഷികവുമായ സവിശേഷതകൾ ചേർന്നാണ്
സീറോ മലബാർ സഭയുടെ വ്യക്തിത്വം രൂപപ്പെട്ടിരിക്കുന്നത്. ഈശോയുടെ ശിഷ്യനായ തോമസ് ലിഹായുടെ അപ്പസ്തോലിക പാരമ്പര്യം പിന്തുടരുന്ന, അതേസമയം ഭാരതം എന്ന നാടിന്റെ സാംസ്കാരിക തനിമ പിന്തുടരുന്ന നമ്മുടെ അമ്മയായ സീറോ മലബാർ സഭയെ കൂടുതലറിയാൻ, നമ്മുടെ സഭയുടെ ചരിത്രം കൂടുതലറിയാൻ, അത് നമുക്കൊന്ന് വിശദമായി നോക്കാം. ഈശോയിൽ നിന്ന് പ്രേക്ഷിത ദൗത്യം ഏറ്റെടുത്ത ശിഷ്യന്മാർ ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ സഞ്ചരിച്ച് യേശുവിനെ കുറിച്ച് പറഞ്ഞുകൊടുത്തു എന്ന് നമുക്കറിയാം. അതിൽ തന്നെ ഒരുപക്ഷെ ഏറ്റവും വിദൂരത്തിലേക്ക് സഞ്ചരിച്ചത് തോമസ് ലിഹ തന്നെയാണ്. തോമസ് ലിഹ 2 തവണ ഇന്ത്യയിലേക്ക് പ്രേക്ഷിതയാത്ര നടത്തിയെന്നാണ് പറയപ്പെടുക. AD 44-50 കാലഘട്ടത്തിൽ തോമസ് ലിഹ ആദ്യം പേർഷ്യയിലും സിറിയയിലുമാണ് ഈശോയെക്കുറിച്ച് പ്രസംഗിച്ചതും പ്രാദേശിക സഭ സ്ഥാപിച്ചതും. അതിനുശേഷം ഇന്നത്തെ ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറ് ഗോണ്ടഫറസ് രാജാവിന്റെ നാട്ടിൽ വരെ തോമസ് ലിഹ ആ സമയത്ത് എത്തിയതായി പറയപ്പെടുന്നു. ഇതാണ് തോമസ് ലിഹയുടെ 1ാം പ്രേക്ഷിതയാത്ര. അതേ തുടർന്ന് 2ാം യാത്രയിൽ AD 52-ൽ തോമസ് ലിഹ അന്ന് മുസിരിസ് എന്നറിയപ്പെട്ടിരുന്ന ലോകപ്രസിദ്ധ വ്യാപാര കേന്ദ്രമായിരുന്ന, ഒരു പോർട്ടായിരുന്ന ഇന്നത്തെ നമ്മുടെ കേരളത്തിലെ കൊടുങ്ങല്ലൂരിൽ എത്തിച്ചേരുകയുണ്ടായി. ചരിത്രപ്രസിദ്ധമായ 7 പള്ളികൾ, 7 പള്ളികൾ എന്നുദ്ദേശിക്കുന്നത് തോമസ് ലിഹ കല്ലും മണ്ണും കൊണ്ട് 7 പള്ളികൾ നിർമ്മിച്ചു എന്നല്ല. തോമസ് ലിഹ 7 വിശ്വാസ സമൂഹങ്ങൾ നമ്മുടെ കൊച്ചു കേരളത്തിൽ സ്ഥാപിച്ചു എന്നതാണ് അതിന്റെ അർത്ഥം. ഈ വിശ്വാസ സമൂഹങ്ങൾ സ്ഥാപിച്ച ശേഷം AD 72-ൽ ഇന്നത്തെ തമിഴ്നാട്ടിലുള്ള ചെന്നൈക്കടുത്ത് മൈലാപ്പൂർ എന്ന് പറയുന്ന സ്ഥലത്ത് രക്തസാക്ഷിത്വം വഹിക്കുകയാണ് ഉണ്ടായത്. ഇനി ഈ പറഞ്ഞ വിവരങ്ങളെയൊക്കെ സാധൂകരിക്കുന്ന ചരിത്ര സാക്ഷ്യങ്ങളും നമുക്കുണ്ട്. ഗോണ്ടഫറസ് എന്ന രാജാവിന്റെ ചരിത്രപരത അദ്ദേഹം പുറപ്പെടുവിച്ച നാണയങ്ങൾ കണ്ടെത്തിയതിലൂടെ ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ തോമസ് ലിഹായുടെ ഭൗതിക ശരീരം സംസ്കരിക്കപ്പെട്ട സ്ഥലത്താണ് ഇന്നത്തെ ചെന്നൈയിൽ സാന്തോം കത്തീഡ്രൽ ദേവാലയം പണിതിരിക്കുന്നത്. ലോകത്തിൽ മറ്റൊരു സ്ഥലത്തും വിശുദ്ധ തോമസ് ലിഹായുടെ കബറിടമുണ്ടെന്ന് അവകാശപ്പെടുന്നില്ല. വിശുദ്ധ തോമസ് ലിഹായുടെ തിരുശേഷിപ്പ് 3-ാം നൂറ്റാണ്ടിൽ എദേസായിലേക്കും അവിടെ നിന്ന് AD 1241-ൽ കിയോസ് ദ്വീപിലേക്കും പിന്നീട് AD 1257-ൽ ഇറ്റലിയിലെ ഓർത്തോണിയയിലേക്കും കൊണ്ടുപോയതിന് രേഖകളുണ്ട്. തിരുശേഷിപ്പുകൾ ഇപ്പോഴും ഓർത്തോണിയയിലും സാന്തോം കത്തീഡ്രലിലും സൂക്ഷിച്ചിരിക്കുന്നു. ചരിത്രത്തിലുടനീളം ലോകത്തിന്റെ പല ഭാഗത്തു നിന്നുള്ള തീർത്ഥാടകർ മൈലാപ്പൂർ സന്ദർശിച്ചതായി രേഖകളുമുണ്ട്. അതുപോലെ തന്നെ വിശുദ്ധ തോമസ് ലിഹായുടെ തിരുശേഷിപ്പിന്റെ ഒരു ഭാഗം, അതായത് വലത് കൈയുടെ അസ്ഥി, ഓർത്തോണായിൽ നിന്നും കൊടുങ്ങല്ലൂരിലെ അഴീക്കോട് തീർത്ഥാടന കേന്ദ്രത്തിൽ വണക്കത്തിനായി പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. സമയം കിട്ടുമ്പോൾ കൊടുങ്ങല്ലൂരിലുള്ള അഴീക്കോടുള്ള വിശുദ്ധ തോമസ് ലിഹായുടെ തീർത്ഥാടന കേന്ദ്രം സന്ദർശിച്ചാൽ നമുക്ക് അത് കാണാവുന്നതാണ്. അങ്ങനെ ഈശോയുടെ ഉദ്ധാനത്തിന് ശേഷം അതേ നൂറ്റാണ്ടിൽ തന്നെ നമ്മുടെ ജന്മനാടായ ഭാരതത്തിൽ തോമസ് ലിഹ വഴി ഈശോയുടെ സുവിശേഷം എത്തുകയും ഇവിടെ ഒരു പ്രാദേശിക സഭ രൂപപ്പെടുകയും ചെയ്തു എന്നുള്ളത് വളരെയധികം സുപ്രധാനവും നമുക്ക് അഭിമാനിക്കാവുന്നതുമായ ഒരു വലിയ കാര്യമാണ്. സീറോ മലബാർ എന്ന പേര് എങ്ങനെ നമ്മുടെ സഭയ്ക്ക് ഉണ്ടായി എന്നുള്ളതും തോമസ് ലിഹായുടെ മരണത്തിന് ശേഷം പിന്നീട് നമ്മുടെ സഭ എങ്ങനെയാണ് വളർന്നതെന്നുമാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്. അത് പറഞ്ഞു തുടങ്ങുമ്പോൾ നമ്മൾ അറിയേണ്ട പ്രധാനപ്പെട്ട കാര്യം, അപ്പസ്തോലന്മാരാരും ഓരോ പ്രാദേശിക സഭകളും സ്ഥാപിച്ചപ്പോൾ ആ സഭകൾക്ക് പേരിടുകയോ ആ സഭകൾക്ക് ഒരു ലിറ്റർജി കൈമാറുകയോ വിശുദ്ധ ഗ്രന്ഥം കൈമാറുകയോ ഒന്നും ചെയ്തിട്ടില്ല. കാരണം ഇതെല്ലാം സംഭവിക്കുന്നത് ഈശോയുടെ ഉത്ഥാനത്തിന് ശേഷം 40-50 വർഷങ്ങൾക്കുള്ളിലാണ്. അന്ന് വാമൊഴിയായി യേശുവിനെ കുറിച്ച് പറഞ്ഞു കൊടുത്തിരുന്ന സ്ലീഹന്മാരിൽ നിന്ന് വിശ്വാസം സ്വീകരിച്ച് അപ്പസ്തോലന്മാരിലൂടെ നേരിട്ട് കണ്ട ഈശോയെ അപ്പമുറിക്കൽ ശുശ്രൂഷയിലൂടെ, പങ്കുവയ്പിലൂടെ അനുഭവിച്ചറിഞ്ഞ ആദിമ സഭയുടെ വിവിധ രൂപങ്ങളാണ് ഈ ലോകത്തിന്റെ ഓരോ ഭാഗത്തും ഉണ്ടായിട്ടുള്ളത്. അതുപോലെ തന്നെ തോമസ് ലീഹ ഇവിടെ വന്ന് വിവിധ വിശ്വാസ സമൂഹങ്ങൾ ഉണ്ടാക്കിയതിന് ശേഷം രക്തസാക്ഷിത്വം വഹിച്ച സമയത്തും നമ്മുടെ സഭയെ സീറോ മലബാർ സഭയെന്നോ അല്ലെങ്കിൽ നമ്മുടെ സഭയുടെ ആരാധനാക്രമം ഇന്നതാണ് എന്ന് പറഞ്ഞോ അല്ല തോമസ് ലീഹ സുവിശേഷം പ്രഘോഷിച്ചത്. ഇത്തരത്തിലുള്ള രീതികളെല്ലാം സഭയിൽ രൂപപ്പെട്ടത് അപ്പസ്തോലന്മാരുടെ മരണത്തിനും ഒക്കെ ശേഷം പിന്നീടും 200-300 കൊല്ലങ്ങൾക്ക് ശേഷമാണ്. അത്തരത്തിൽ ഈ ലോകത്തിൽ രൂപം കൊണ്ട വിവിധ പ്രാദേശിക സഭകളിൽ വിവിധങ്ങളായ തരത്തിലുള്ള അവർ സ്വീകരിച്ച അല്ലെങ്കിൽ അവർ രൂപം കൊണ്ട സ്ഥലങ്ങളിലെ ഭാഷകൾക്ക് അനുയോജ്യമായ രീതിയിലുള്ള
വിവിധ തരത്തിലുള്ള റീത്തുകൾ റൈറ്റ് രൂപം കൊണ്ടു. അങ്ങനെ ആ ഓരോ റീത്തുകളിലുമാണ് പിന്നീട് പരിശുദ്ധ കത്തോലിക്ക സഭയിലെ കൂട്ടായ്മകളായ ഈ വ്യക്തിസഭകൾ വളർന്നു വന്നത്. അലക്സാണ്ട്രിയൻ റീത്ത്, അർമേനിയൻ റീത്ത്, ബൈസാൻഡിയൻ റീത്ത്, അങ്ങനെ ഒട്ടനവധി റീത്തുകൾ വളരെ തനിമയോടെ രൂപപ്പെട്ടു വന്നു. ഇനി വീണ്ടും നമ്മുടെ സഭയിലേക്ക് തിരിച്ചു വരാം. മാർത്തോമാ നസ്രാണികളായ നമ്മുടെ, അതായത് നമ്മുടെ കൊച്ചു കേരളത്തിൽ രൂപം കൊണ്ട തോമാസ് ലീഹായുടെ വിശ്വാസ സമൂഹം പിന്തുടർന്നിരുന്നത് പൗരസ്ത്യ സുറിയാനി സഭയുടെ ഭാഷയായിരുന്നു. അതായത് പൗരസ്ത്യ സിറിയക് റൈറ്റ് ഫോളോ ചെയ്തിരുന്ന വിശ്വാസ സമൂഹത്തിന്റെ പ്രാദേശിക സഭയുടെ ഭാഷയായിരുന്നു പിൽക്കാലത്ത് നമ്മുടെ കേരളത്തിലും ആരാധനാക്രമത്തിന് ഉപയോഗിച്ചിരുന്നത്. സഭയുടെ പേരിലെ സീറോ എന്ന പദം ഇതിനെ സൂചിപ്പിക്കുന്നു. പുരാതന കാലത്തെ വിദേശികൾ ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരത്തെ മലബാർ എന്നാണ് വിളിച്ചിരുന്നത്. സിറിയയുടെ അല്ലെങ്കിൽ സിറിയൻ റീത്തിന്റെ സീറോയും മലബാറും ചേർന്നപ്പോൾ നമ്മുടെ സഭയുടെ പേര് സീറോ മലബാർ സഭ എന്നായി പിൽക്കാലത്ത് വിളിക്കപ്പെട്ടു. അപ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്, എങ്ങനെയാണ് കേരളത്തിലുണ്ടായ ഈ ആദിമസഭയ്ക്ക് പൗരസ്ത്യ സുറിയാനി സഭയുമായി ബന്ധമുണ്ടായത് എന്നുള്ളത്. നമ്മൾ ഈ പറയുന്ന കാലഘട്ടം AD ആദ്യ നൂറ്റാണ്ടാണ്. AD 1 മുതൽ 100 വരെയുള്ള ആദ്യത്തെ നൂറ്റാണ്ട്. നമ്മുടെ കേരളത്തിലേക്ക് യൂറോപ്യൻ കച്ചവടക്കാർ എത്തുന്നത് പിന്നീടും 1400 വർഷങ്ങൾക്ക് ശേഷമാണ്. അപ്പോഴാണ് പാശ്ചാത്യ നാടുകളായ യൂറോപ്യൻ രാജ്യങ്ങൾ ഫോളോ ചെയ്തിരുന്ന ലത്തീൻ റീത്തും ലത്തീൻ റീത്തിലുള്ള ആരാധനാക്രമങ്ങളും നമ്മുടെ കേരളത്തിൽ പ്രചരിച്ചതും വ്യാപകമായതും. എന്നാൽ അതിനും 1400 വർഷങ്ങൾക്ക് മുൻപ് ക്രിസ്തുവിന്റെ സമകാലിക കാലഘട്ടത്തിൽ ഇവിടെ ഒരു പ്രാദേശിക സഭ തോമാസ് ലീഹായിലൂടെ രൂപം കൊണ്ടിരുന്നു. തോമാസ് ലീഹായുടെ മരണത്തിന് ശേഷം സ്വാഭാവികമായും തോമാസ് ലീഹ തന്നെ സ്ഥാപിച്ച പേർഷ്യയിലെ സഭകളോടായിരുന്നു ഇവിടുത്തെ സഭയ്ക്ക് അടുപ്പമുണ്ടായിരുന്നത്. പേർഷ്യയിലെ സഭയുമായുള്ള ബന്ധത്തിൽ അവർ ഉപയോഗിച്ചിരുന്ന സുറിയാനി ഭാഷയിലുള്ള ആരാധനാക്രമമാണ് നമ്മുടെ ഇവിടെയും ആരാധനാക്രമത്തിനായി പിന്തുടർന്നത്. മലബാറിലെ നസ്രാണി സമൂഹം നൂറ്റാണ്ടുകളോളം നിലനിന്നു. തോമാസ് ലീഹായിൽ ആരംഭിച്ച സീറോ മലബാർ സഭയുടെ ചരിത്രം പിന്നീട് സങ്കീർണമായ പല ഘട്ടങ്ങളിലൂടെയും കടന്നുപോയി. നമ്മുടെ സഭയുടെ ചരിത്രത്തിന്റെ ചില നാഴികക്കല്ലുകൾ നമുക്ക് ഒന്ന് വിശദമായി പരിശോധിക്കാം. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈശോ ഉദ്ധാനം ചെയ്തു. തോമാസ് ലീഹ ഈശോയുടെ വിളി നിർദ്ദേശം ഏറ്റെടുത്തു. അനേകം കഷ്ടപ്പാടുകൾ സഹിച്ച് 2 പ്രേക്ഷിതയാത്രകൾ നടത്തി. ഒടുവിൽ കേരളം എന്ന ഈ കൊച്ചു സ്ഥലത്തേക്ക് എത്തി. മൈലാപ്പൂരിൽ രക്തസാക്ഷിത്വം വഹിച്ചു. ഇവിടെ 7 അല്ലെങ്കിൽ നമ്മൾ 7.5 പള്ളികൾ എന്ന് വിളിക്കുന്ന വിശ്വാസ സമൂഹങ്ങൾ സ്ഥാപിക്കപ്പെട്ടു. ഈ ഒരു ടൈം ലൈനിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇനി എന്താണ് സംഭവിച്ചതെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇങ്ങനെ സ്ഥാപിക്കപ്പെട്ട ആദിമ ക്രൈസ്തവ സമൂഹങ്ങൾ വിശ്വാസത്തിൽ ക്രൈസ്തവരും സംസ്കാരത്തിൽ അന്നത്തെ ഭാരതീയരുമായി വളർന്നു വന്നു. അതുകൊണ്ട് മാർത്തോമാ ക്രിസ്ത്യാനികൾ എന്നാണ് ഇവർ പൊതുവെ അറിയപ്പെട്ടിരുന്നത്. അതായത് മാർത്തോമാസ് ലീഹായിൽ നിന്ന് വിശ്വാസം സ്വീകരിച്ച, അതേസമയം ഭാരതത്തിന്റെ സാംസ്കാരിക തനിമകൾ സ്വീകരിച്ച ഒരു കൂട്ടം ക്രൈസ്തവർ. ആദ്യ നൂറ്റാണ്ട് മുതൽ തന്നെ ഈ നസ്രാണികൾക്ക് തോമാസ് ലീഹ സ്ഥാപിച്ച പേർഷ്യൻ സഭയുമായി നല്ല ബന്ധമുണ്ടായിരുന്നു. AD 345 മാർ യൗസേപ്പ് മെത്രാന്റെയും ജ്ഞായി തോമായുടെയും നേതൃത്വത്തിൽ കേരളത്തിലെത്തിയ ഒരു ക്രൈസ്തവ സമൂഹമുണ്ടായിരുന്നു. ജ്ഞാനായ ക്രൈസ്തവ സമൂഹം എന്നറിയപ്പെട്ട അവർ നമ്മുടെ സഭയുടെ വളർച്ചയിൽ വലിയ പങ്കുവഹിച്ചു. പിന്നീട് ഒരുപാട് കാലം പേർഷ്യയിൽ നിന്ന് വന്ന മെത്രാപ്പോലിത്തമാരാണ് നമ്മുടെ സഭയുടെ ആരാധനാക്രമപരമായ ആത്മീയ കാര്യങ്ങൾ നിയന്ത്രിച്ചിരുന്നത്. അതേസമയം ഇവിടുത്തെ ഭൗതിക ഭരണം നിർവഹിച്ചിരുന്നത് ആർച്ച് ഡീക്കനായിരുന്നു. അർക്ക ദിയാക്കോൻ എന്ന് മലയാളത്തിൽ ഇതിനെ വിളിച്ചു പോന്നിരുന്നു. ഈ പേർഷ്യയിൽ നിന്ന് വന്ന മെത്രാന്മാരെല്ലാം താമസിച്ചിരുന്നത് കൊടുങ്ങല്ലൂരായിരുന്നു. അതുകൊണ്ട് അതിരൂപത അടിസ്ഥാനം കൊടുങ്ങല്ലൂരായി തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. എന്നാൽ പിൽക്കാലത്ത് ഇത് അങ്കമാലിയിലേക്ക് മാറ്റുകയും കൊടുങ്ങല്ലൂർ രൂപത എന്ന പേരിൽ തന്നെ അങ്കമാലിയിൽ പ്രവർത്തിക്കുകയും അതിനുശേഷം 1886 കൊടുങ്ങല്ലൂർ അതിരൂപത നിർത്തലാക്കുകയുമാണ് ഉണ്ടായത്. നിർത്തലാക്കിയ ശേഷം അത് 3 വികാരിയത്തുകളാക്കി മാറ്റുകയാണ് ഉണ്ടായത്. വികാരിയത്തുകൾ എന്ന് പറഞ്ഞാൽ ഒരു അതിരൂപതയുടെ സ്ഥാനമില്ലാത്ത ഒരു അതിരൂപതയിലേക്ക് വളർന്നുകൊണ്ടിരിക്കുന്ന വിശ്വാസ സമൂഹങ്ങളെയാണ് വികാരിയത്തുകൾ എന്ന് സാധാരണഗതിയിൽ പറയുന്നത്. നമ്മുടെ കേരളത്തിൽ നിലനിന്ന ഈ മാർത്തോമാ നസ്രാണി സഭയുടെ ചരിത്രത്തിൽ ശക്തമായ വ്യതിയാനങ്ങൾ ഉണ്ടാക്കിയ ഒരു വലിയ സംഭവമാണ് അടുത്തത് നമ്മൾ പറയാൻ പോകുന്നത്. പോർച്ചുഗീസ് ബന്ധം.
ഇന്ത്യയിലേക്ക് പോർച്ചുഗീസുകാരുടെ വരവ് 1498 വാസ്കോഡ ഗാമ യൂറോപ്പിൽ നിന്ന് ഏഷ്യയിലേക്കുള്ള ഒരു സമുദ്രപാത കണ്ടുപിടിച്ചതിനെ തുടർന്നായിരുന്നു. അവർ എത്തിച്ചേരുന്ന നാടുകളിലെല്ലാം വിശ്വാസം പ്രചരിപ്പിക്കാനും അവരുടേതായ രൂപതകൾ സ്ഥാപിക്കാനും മെത്രാന്മാരെ നിയമിക്കാനും മാർപ്പാപ്പ പോർച്ചുഗീസ് രാജാവിന് ഒരു അധികാരം നൽകിയിരുന്നു. പദ്രുവാദോ എന്നാണ് ഇത് അറിയപ്പെട്ടിരുന്നത്. പോർച്ചുഗീസുകാർ കീഴടക്കിയ കോളനി രാജ്യങ്ങളിലെല്ലാം അവർ രൂപതകൾ സ്ഥാപിക്കുകയും മെത്രാന്മാരെ നിയോഗിക്കുകയും പള്ളികൾ സ്ഥാപിക്കുകയും എല്ലാം ചെയ്തു. അങ്ങനെ വിദേശികളുടെ വരവോടെ ഇന്ത്യയിലും ആദ്യമായി പദ്രുവാദോ നടപ്പിലാക്കപ്പെടുകയും പോർച്ചുഗീസ് രാജാവിന്റെ അധികാരത്തിന്റെ കീഴിൽ AD 1534 ഗോവയിൽ ഇന്ത്യയിലെ ആദ്യത്തെ ലത്തീൻ രൂപത സ്ഥാപിക്കപ്പെടുകയും ചെയ്തു. കാരണം യൂറോപ്യൻ നാടുകളും പാശ്ചാത്യ നാടുകളും പിന്തുടർന്നിരുന്നത് ലത്തീൻ റീത്തായിരുന്നു. 1400ഓളം കൊല്ലം ഇവിടെ നിന്നിരുന്ന പേർഷ്യൻ മെത്രാന്മാരുടെ കീഴിൽ നിലനിന്നിരുന്ന മാർത്തോമാ നസ്രാണി സമൂഹത്തോടും അവരുടെ അധികാരത്തിനോടും ഭരണക്രമത്തോടും നല്ല രീതിയിലുള്ള സൗഹൃദം ഈ പോർച്ചുഗീസ് മെത്രാന്മാർ ആദ്യം തുടർന്നെങ്കിലും പിൽക്കാലത്ത് നമ്മുടെ ആരാധനാക്രമവും ഭരണക്രമവും സംബന്ധിച്ച് പോർച്ചുഗീസുകാർക്കുണ്ടായ സംശയങ്ങൾ മൂലം ഈ ബന്ധത്തിൽ ഉലച്ചിലുണ്ടാവുകയാണ് ചെയ്തത്. ഇതിനെ തുടർന്ന് 1599 ഗോവ രൂപതയുടെ മെത്രാപോലിത്തയായിരുന്ന അലക്സിസ് മെനസിസ് ഒരു സുനഹദോസ് വിളിച്ചു ചേർക്കാൻ തീരുമാനിച്ചു. ഈ സുനഹദോസ് ഉദയംപേരൂർ സുനഹദോസ് എന്നറിയപ്പെടുന്നു. നമ്മുടെ ഇവിടെയുള്ള ഉദയംപേരൂർ പള്ളിയിലാണ് അത് നടന്നത്. ഒട്ടേറെ മാർത്തോമാ നസ്രാണി ആചാരങ്ങൾ പാഷണ്ഡതയും അന്ധവിശ്വാസവുമായി പ്രഖ്യാപിക്കുകയുണ്ടായി. അത് വലിയ തരത്തിലുള്ള തെറ്റിദ്ധാരണകളുടെ അടിസ്ഥാനത്തിലായിരുന്നു. ഇതിനെ കൂടാതെ മാർത്തോമാ നസ്രാണികൾ ഇവിടെ ഫോളോ ചെയ്തുകൊണ്ടിരുന്ന പല രീതികളും ഉപേക്ഷിച്ച് പാശ്ചാത്യ ആചാര രീതികൾ അല്ലെങ്കിൽ ലത്തീൻ രീതിയിലുള്ള ആചാര രീതികൾ നിർബന്ധമായും പിന്തുടരാനുള്ള ചില നിയമങ്ങളും ഈ സുനഹദോസിൽ ഉണ്ടായി. ഇത് മാർത്തോമാ നസ്രാണികളുടെ ഇടയിൽ വലിയ രീതിയിലുള്ള ആശയക്കുഴപ്പത്തിനും ഭിന്നതയ്ക്കും കാരണമായി. ഇതിനെ തുടർന്നാണ് കേരളത്തിൽ നൂറ്റാണ്ടുകളോളം ഒന്നായി നിലനിന്നിരുന്ന മാർത്തോമാ നസ്രാണി സഭയെ വിവിധ കഷണങ്ങളാക്കിയ വേദനാജനകമായ ഒരു സംഭവം അരങ്ങേറുന്നത്. കൂനൻ കുരിശ് സത്യമെന്ന് ചരിത്രം അതിനെ വിളിക്കുന്നു. 1653 ജനുവരി 3-ന് പോർച്ചുഗീസ് മേധാവിത്വത്തിനെതിരെ മാർത്തോമാ ക്രിസ്ത്യാനികൾ നടത്തിയ ഒരു സ്വാതന്ത്ര്യ പ്രഖ്യാപനമായിരുന്നത്. കയ്യിൽ വേദപുസ്തകവും കുരിശും പിടിച്ച് അവർ ഒരു കുരിശിൽ തൊട്ട് സത്യം ചെയ്തു. ഞങ്ങളുടെ സന്തതി പരമ്പരകൾ ഉള്ളിടത്തോളം കാലം പോർച്ചുഗീസ് മെത്രാന്മാരുടെ കീഴിൽ ഇരിക്കുകയില്ല. ഞങ്ങളുടെ ആർച്ച് ഡീക്കനെ ഞങ്ങളുടെ ഭരണകർത്താവായി സ്വീകരിക്കുന്നു. ഒന്നായിരുന്ന മാർത്തോമാ നസ്രാണി സഭയിൽ ഇതോടെ പിളർപ്പുണ്ടാകുകയാണ് ഉണ്ടായത്. വലിയൊരു വിഭാഗം പോർച്ചുഗീസ് മെത്രാന്മാരെയും അതുവഴി അതിനു മുകളിലുള്ള മാർപ്പാപ്പയെയും ധിക്കരിക്കുകയും ആർച്ച് ഡീക്കനെ ഭരണകർത്താവായി അംഗീകരിച്ച് മറ്റൊരു സഭയായി മാറുകയും ചെയ്തു. കലുഷിതമായ ഈ സാഹചര്യത്തിൽ ഒരു വിഭാഗം മാർത്തോമാ നസ്രാണികൾ തങ്ങളുടെ തനിമയും സ്വാതന്ത്ര്യവും ഭരണക്രമവും രീതികളും വീണ്ടെടുക്കാമെന്ന പ്രത്യാശയോടെ മാർപ്പാപ്പയുടെ കീഴിൽ നിലകൊണ്ടു. അത് ഇപ്പോഴും സീറോ മലബാർ സഭയായി നമ്മളായി നിലകൊള്ളുന്നു. ഭിന്നിച്ചു പോയ സഭകൾ പിന്നീട് അകത്തോലിക്ക ആരാധനാക്രമങ്ങൾ സ്വീകരിക്കുകയും കേരളത്തിൽ ഇന്നും നിലനിൽക്കുന്ന അകത്തോലിക്കരായ മാർത്തോമാ നസ്രാണികളായി നിലനിൽക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഈ കൂനൻ കുരിശ് സത്യത്തിന് ശേഷം ഇവിടെ കലുഷിതമായൊരു അന്തരീക്ഷം സൃഷ്ടിക്കപ്പെട്ടപ്പോൾ മാർപ്പാപ്പ വഴി റോം കേരളത്തിൽ ഏർപ്പെടുത്തിയ ഒരു ഭരണമുണ്ടായിരുന്നു. അതിനെ പ്രൊപ്പഗാൻഡ ഭരണമെന്നാണ് വിളിക്കപ്പെടുന്നത്. മാർപ്പാപ്പയുടെ നേരിട്ടുള്ള ഭരണമാണിത്. ഇങ്ങനെ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പദ്രുവാദ്രോ, പ്രൊപ്പഗാൻഡ എന്നീ ഭരണരീതികൾ നമ്മുടെ മാർത്തോമാ നസ്രാണി സഭയുടെ തനിമയെ, വ്യക്തിത്വത്തെ ഒരുപാട് ചോർത്തിക്കളഞ്ഞു. ഒരുപാട് തനിമകൾ നഷ്ടപ്പെടാൻ കാരണമായി. എന്നാൽ അവയെല്ലാം പ്രത്യാശയോടെ സ്വീകരിച്ച് മാർപ്പാപ്പയോട് ചേർന്ന് നിന്ന ഒരു വിഭാഗം മാർത്തോമാ നസ്രാണി സമൂഹം ഒരു നല്ല നാളെ സ്വപ്നം കാണുന്നുണ്ടായിരുന്നു. പിന്നീട് 1886 മാർപ്പാപ്പ ഈ തരത്തിലുള്ള ഭരണരീതികൾ, അതായത് പദ്രുവാദ്രോ, പ്രൊപ്പഗാൻഡ ഇവയെല്ലാം നിർത്തലാക്കിക്കൊണ്ട് ഇന്ത്യയിൽ തന്നെ നമുക്ക് വേണ്ടി ഒരു ലത്തീൻ ഹൈറാർക്കി സ്ഥാപിക്കുകയാണ് ഉണ്ടായത്, ഒരു ഭരണക്രമം. അതായത് ലത്തീൻ രൂപതയുടെ കീഴിൽ നമ്മുടെ മാർത്തോമാ നസ്രാണി സഭകളുടെ അധികാരം ലയിപ്പിച്ചു. എന്നാൽ പിന്നീട് 1887 ലിയോ 13 മാർപ്പാപ്പ സുറിയാനി ക്രിസ്ത്യാനികളെ ലത്തീൻ അധികാരത്തിൽ നിന്ന് വേർപെടുത്തുകയും തൃശൂർ, കോട്ടയം എന്നീ 2 വികാരിയത്തുകൾ സുറിയാനിക്കാർക്ക് നൽകുകയും ചെയ്തു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വികാരിയത്തുകൾ എന്ന് പറയുന്നത് രൂപതയോ അതിരൂപതയോ അല്ല, ആ ഫേസിലേക്കുള്ള ട്രാൻസിഷൻ നടക്കുന്ന ഒരു സമൂഹമാണ്. അങ്ങനെ ലത്തീൻ രൂപതയിൽ നിന്നും വേർതിരിഞ്ഞ് 2 വികാരിയത്തുകൾ നമുക്ക് ലഭിച്ചു. അതിനുശേഷം പിന്നീട് വീണ്ടും 10 വർഷങ്ങൾക്ക് ശേഷം 1896 ലിയോ 13 മാർപ്പാപ്പ തന്നെ
തൃശൂർ, ചങ്ങനാശ്ശേരി, എറണാകുളം എന്നിങ്ങനെ വികാരിയത്തുകളെ 3ആയി പുനഃക്രമീകരിക്കുകയാണ് ഉണ്ടായത്. അതിനെ കൂടാതെ നാട്ടുകാരായ വികാരിമാരെയും നിയമിക്കുകയുണ്ടായി. പിന്നീട് വീണ്ടും 1911 എത്തുമ്പോൾ പത്താം പിയൂസ് മാർപ്പാപ്പ കോട്ടയത്ത് ജ്ഞാനായ സീറോ മലബാർ വികാരിയത്തും സ്ഥാപിച്ചു. അങ്ങനെ 4 വികാരിയത്തുകളായി നമ്മുടെ സീറോ മലബാർ സഭ മാറി. ലത്തീൻ രൂപതയുടെ ഭരണത്തിൽ നിന്ന് വേർപെടുകയും ചെയ്തു. പിന്നീട് സംഭവിച്ചത് 1923 പിയൂസ് 11 പാപ്പ എറണാകുളം കേന്ദ്രമാക്കി സീറോ മലബാർ സഭയുടെ ഹൈറാർക്കി സ്ഥാപിച്ചു. അതായത് എറണാകുളം കേന്ദ്രമാക്കി സീറോ മലബാർ സഭയുടെ ഭരണക്രമം പുനഃക്രമീകരിച്ചു. അതിനുശേഷം 1992 അതായത് നമ്മുടെ സഭ രൂപം കൊണ്ട് 1900 വർഷങ്ങൾക്ക് ശേഷം നമ്മൾ ഏവരും സ്വപ്നം കണ്ടിരുന്ന ഒരു പ്രഖ്യാപനം ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ നടത്തിയത് 1992 ഡിസംബർ 16 സീറോ മലബാർ സഭയെ മേജർ ആർക്കി എപ്പിസ്കോപ്പൽ സഭയായി ഉയർത്തി. അതിന്റെ അർത്ഥം സ്വയം ഭരണ അധികാരമുള്ള ഒരു വ്യക്തിസഭയായി നമ്മൾ മാറി എന്നുള്ളതാണ്. തലവനായ മേജർ ആർച്ച് ബിഷപ്പിന്റെ കീഴിൽ സ്വന്തമായ അധികാരങ്ങളുള്ള, നിയമങ്ങളുള്ള, തനതായ ശൈലികളുള്ള കത്തോലിക്ക സഭയിലെ മറ്റ് 23 വ്യക്തിസഭകൾ പോലെ ഒരു സ്വതന്ത്ര വ്യക്തിസഭയായി മാറി എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. അല്ലെങ്കിൽ അങ്ങനെ അംഗീകരിക്കപ്പെട്ടു എന്നുള്ളതാണ് ഇതിന്റെ അർത്ഥം. അങ്ങനെ നമ്മുടെ ടൈം ലൈൻ ഇന്ന് 2025 എത്തി നിൽക്കുമ്പോൾ നമ്മുടെ സീറോ മലബാർ സഭ സ്വയം ഭരണ അധികാരമുള്ള കത്തോലിക്ക സഭയിലെ 24 വ്യക്തിസഭകളിൽ ഒന്നും, അതിൽ തന്നെ ലത്തീൻ സഭ കഴിഞ്ഞാൽ ബാക്കിയുള്ള 23 പൗരസ്ത്യ സഭകളിൽ ഒന്നും, ഈ പൗരസ്ത്യ സഭകളിൽ എണ്ണം കൊണ്ട് രണ്ടാമത്തെയും, 5 അതിരൂപതകൾ, 30 രൂപതകൾ, 50 ലക്ഷത്തോളം വിശ്വാസികൾ, ഏറ്റവും പ്രേക്ഷിത തീക്ഷ്ണതയുള്ള സഭ എന്നീ നിലകളിലെല്ലാം വളരെ അഭിമാനപൂർവമായി നിലകൊള്ളുന്നു. ഇതാണ് തോമാസ് ലീഹായിലൂടെ തുടക്കമിട്ട 2025 വന്നു നിൽക്കുന്ന 2000-ഓളം വർഷങ്ങളുടെ പഴക്കമുള്ള നമ്മുടെ സഭയുടെ ചരിത്രം. ചരിത്രം പഠിക്കുന്നത് കുറച്ച് വിരസമായ കാര്യമാണെന്നറിയാം. എങ്കിലും ചരിത്രം പഠിക്കാതെ, നമ്മളുടെ ഐഡന്റിറ്റി അറിയാതെ ഒരിക്കലും നമുക്കൊന്നിനെയും സ്നേഹിക്കാനോ മനസ്സിലാക്കാനോ സാധ്യമല്ല. നമ്മുടെ വീട്ടിന്റെ ചരിത്രം അറിയാതെ, നമ്മുടെ അപ്പന്റെ ചരിത്രം അറിയാതെ, നമ്മുടെ അമ്മയുടെ ചരിത്രം അറിയാതെ, നമ്മുടെ ചരിത്രം അറിയാതെ നമുക്ക് നമ്മെ തന്നെ സ്നേഹിക്കാനോ നമ്മെ തന്നെ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനോ ഒരിക്കലും സാധിക്കുകയില്ല. അതുപോലെ തന്നെയാണ് നമ്മുടെ സഭയും. സഭയുടെ ചരിത്രം നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി കുറച്ച് കാര്യങ്ങൾ കൂടി നമുക്ക് കാണാനുണ്ട്. നമ്മുടെ സഭയുടെ തനിമ, അതായത് കത്തോലിക്ക സഭയിലെ 24 വ്യക്തിസഭകൾക്കും ഉള്ളതുപോലെ നമ്മുടെ സഭയ്ക്ക് മാത്രമായിട്ടുള്ള എന്തൊക്കെ പ്രത്യേകതകളാണ്, സവിശേഷതകളാണ് ഉള്ളതെന്ന് നമുക്ക് കാണേണ്ടിയിരിക്കുന്നു. അതിലൊന്നാണ് സീറോ മലബാർ സഭ ഒരു പൗരസ്ത്യ സഭയാണ് എന്നുള്ള സവിശേഷത. അതായത് ക്രിസ്തുമതം വികസിച്ചതും വ്യാപിച്ചതുമായത് പഴയ റോമാ സാമ്രാജ്യത്തിലായിരുന്നു. ഇന്നത്തെ യൂറോപ്യൻ ഭൂഖണ്ഡത്തിന്റെ മുഴുവൻ ഭാഗവും ഏകദേശം ഉൾക്കൊള്ളുന്ന ആ ഒരു വലിയ റോമാ സാമ്രാജ്യം പിൽക്കാലത്ത് ഭരണത്തിന്റെ എളുപ്പത്തിനായി 2ആയി തിരിക്കപ്പെടുകയും റോമൻ ചക്രവർത്തിമാർ ഒന്നിനെ പാശ്ചാത്യ റോമാ സാമ്രാജ്യം എന്നും മറ്റൊന്നിനെ പൗരസ്ത്യ റോമാ സാമ്രാജ്യം എന്നും വിളിക്കുകയുണ്ടായി. ഈ പാശ്ചാത്യ റോമാ സാമ്രാജ്യത്തിൽ രൂപം കൊണ്ട റീത്താണ് ലത്തീൻ റീത്ത്. അതുകൊണ്ട് ആ റോമാ സാമ്രാജ്യത്തിൽ ഉണ്ടായതും പിന്നീട് വിഘടിക്കപ്പെട്ടതുമായ യൂറോപ്യൻ രാജ്യങ്ങൾ പിന്തുടർന്നത് പാശ്ചാത്യ ഭരണക്രമവും ആരാധനാക്രമവുമാണ്. അതാണ് ലത്തീൻ റീത്ത്. അതേസമയം ഈ പൗരസ്ത്യ സാമ്രാജ്യത്തിൽ രൂപം കൊണ്ട പ്രാദേശിക സഭകളെല്ലാം ഭാഷകളുടെ കാര്യത്തിൽ വ്യത്യസ്തമായിരുന്നു. ഗ്രീക്ക്, സുറിയാനി, അറമായ പോലെയുള്ള വിവിധങ്ങളായ ഭാഷകൾ ലത്തീന് പകരം അവർ ഉപയോഗിച്ചിരുന്നു. വിവിധ സഭകൾ അവിടെ കൂടുതലായി രൂപം കൊണ്ടു. ഇവയെല്ലാം പൗരസ്ത്യ സഭകൾ എന്നാണ് അറിയപ്പെട്ടത്. അതിലൊന്നാണ് പേർഷ്യയിലെ സഭ. ആ പേർഷ്യയിലെ സഭയിൽ നിന്നും ആരാധനാക്രമം സ്വീകരിച്ച നമ്മുടെ സഭ പൗരസ്ത്യ സഭയാണ്. ഈ പൗരസ്ത്യ സഭകൾക്കെല്ലാം തന്നെ അവയുടെ ആരാധനാക്രമം, സഭാ പാരമ്പര്യങ്ങൾ, ദൈവാരാധനാ രീതികൾ എന്നിവയ്ക്കെല്ലാം വളരെയധികം പഴക്കവും വ്യത്യസ്തതയുമുണ്ട്. ഇത് കത്തോലിക്ക സഭ വളരെ മഹത്തായി പരിഗണിക്കുന്നു. ആരാധനാക്രമത്തിൽ പൗരസ്ത്യ സുറിയാനി പാരമ്പര്യം സ്വീകരിച്ചതുകൊണ്ട് നമ്മൾ ആദിമ നൂറ്റാണ്ട് മുതലേ സുറിയാനിക്കാർ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നു. ഇനി രണ്ടാമത്തെ സവിശേഷതയാണ് നമ്മുടെ ആരാധനാക്രമത്തിന്റെ തനിമ. സീറോ മലബാർ സഭയുടെ ആരാധനാക്രമം സഭാപിതാക്കന്മാരുടെ കാലം മുതലേ, അതായത് AD ആദ്യ നൂറ്റാണ്ടുകൾ മുതലേ തുടർച്ചയുള്ളതും വളരെയധികം അർത്ഥപൂർണവുമാണ്. നമ്മുടെ ആരാധനാക്രമം മിശിഹായുടെ രഹസ്യങ്ങളിൽ കേന്ദ്രീകൃതമാണ്. നമ്മുടെ ആരാധനാക്രമം ഒരു ആരാധനാക്രമവത്സരം, ലിറ്റർജിക്കൽ കലണ്ടർ, പല കാലങ്ങളായി വേർതിരിച്ചിട്ടുള്ള ഒരു ആരാധനാക്രമ കലണ്ടറിൽ അധിഷ്ഠിതമാണ്. സീറോ മലബാർ സഭയ്ക്ക് സഭയുടേതായ യാമപ്രാർത്ഥനകളുണ്ട്.
യാമപ്രാർത്ഥനകൾ എന്ന് പറഞ്ഞാൽ എഴുതി തയ്യാറാക്കപ്പെട്ട പ്രാർത്ഥനകൾ, കുടുംബ പ്രാർത്ഥനകളെല്ലാം ഉണ്ടാക്കപ്പെടുന്നത് ഒരു മോഡേൺ കാലഘട്ടത്തിലാണ്. അതിനെല്ലാം മുൻപ് അപ്പസ്തോലന്മാരിലൂടെ സ്ഥാപിതമായ ആദിമ ക്രൈസ്തവ സമൂഹങ്ങൾ പല യാമങ്ങളിൽ പ്രാർത്ഥനയ്ക്കായി ഉപയോഗിച്ചിരുന്നത് യഹൂദരുടെ പാരമ്പര്യമനുസരിച്ചുള്ള സങ്കീർത്തനങ്ങളായിരുന്നു. ഈ സങ്കീർത്തനങ്ങൾ പല യാമങ്ങളിൽ ചൊല്ലുന്ന പതിവ് സീറോ മലബാർ സഭയ്ക്ക് ആദിമ നൂറ്റാണ്ട് മുതലേ ഉണ്ട്. ഈ സങ്കീർത്തന പ്രാർത്ഥനകളുടെ കൂട്ടായ്മയാണ് യാമപ്രാർത്ഥനകൾ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ആരാധനാക്രമത്തിന്റെ മറ്റൊരു വ്യക്തമായ സവിശേഷതയാണ് പരിശുദ്ധ കന്യാമറിയത്തോടുള്ള ഭക്തി. പരിശുദ്ധ മാതാവിന്റെ പേരിലുള്ള ദേവാലയങ്ങൾ നമ്മുടെ സഭയിൽ ഒട്ടേറെയുണ്ട്. ഒരുപാട് നൂറ്റാണ്ടുകൾക്ക് മുൻപുള്ള നമ്മുടെ പുരാതന ദേവാലയങ്ങളുടെ എല്ലാം ആദ്യത്തെ പേരുകളെല്ലാം പരിശുദ്ധ കന്യാമറിയത്തിന്റെ പേരിലുള്ളതായിരുന്നു. പരിശുദ്ധ കന്യാമറിയത്തിന്റെ തിരുനാളുകളോടുള്ള സവിശേഷ വണക്കവും 8 നോമ്പ്, 15 നോമ്പ് മുതലായ നോമ്പാചരണങ്ങളും നമ്മുടെ സഭയിൽ മാത്രം കണ്ടുവരുന്ന ഒരു പ്രത്യേകതയാണ്. അതുപോലെ തന്നെ മാമോദിസ, തൈലലേപനം, വിശുദ്ധ കുർബാന എന്നീ കൂദാശകൾ ഒരുമിച്ച് പ്രവേശക കൂദാശകളായി കുഞ്ഞുങ്ങൾക്ക് നൽകുന്ന ഒരു പതിവും നമ്മുടെ സഭയിൽ ഒരു പ്രത്യേക സവിശേഷതയായി തുടക്കകാലം മുതലേ ഉണ്ട്. ഇതിനെ കൂടാതെ സീറോ മലബാർ സഭയുടെ ആരാധനാക്രമത്തിൽ ഉടനീളം ഈശോയുടെ ഉത്ഥാനത്തിനാണ് പ്രത്യേകമായിട്ടുള്ള പ്രാധാന്യം നൽകിയിരിക്കുന്നത്. ഇനി നമ്മുടെ സഭയുടെ അടുത്ത സവിശേഷതയാണ് ഭാഷയുടെ തനിമ. നമ്മുടെ സഭയുടെ ആരാധനയും കർമ്മങ്ങളും നേരത്തെ പറഞ്ഞ പോലെ തുടക്കകാലം മുതലേ പേർഷ്യൻ സഭയുടെ ഇൻഫ്ലുവൻസിൽ അറമായ സുറിയാനി ഭാഷയിലാണ് നടത്തിപ്പോന്നിരുന്നത്. ഈശോ സംസാരിച്ചിരുന്ന ഭാഷയിലാണ് തോമാസ് ലീഹ വിശ്വാസം പ്രഖ്യാപിച്ചതും ഇതേ ഭാഷയിൽ തന്നെയാണ് തോമാസ് ലീഹ വിശ്വാസം പ്രഘോഷിച്ചതും. ആ ഒരു പൈതൃകം നമുക്കും ലഭിച്ചു എന്നുള്ളത് വളരെ അഭിമാനാർഹമായ ഒരു സവിശേഷതയാണ്. നാലാമത്തെ സവിശേഷത മാർത്തോമ നസ്രാണികളുടെ ഭരണ സംവിധാനത്തിന്റെ തനിമയാണ്. പേർഷ്യയിൽ നിന്ന് വന്നിരുന്ന മെത്രാപ്പോലിത്തമാരാണ് നമ്മുടെ ആരാധനാക്രമങ്ങൾ ശ്രദ്ധിച്ചിരുന്നതെങ്കിലും ഇവിടുത്തെ തദ്ദേശീയമായ ഭരണം നിർവഹിച്ചിരുന്നത് ഇവിടുത്തെ ഒരു വൈദിക ശ്രേഷ്ഠനായ ആർച്ച് ഡീക്കനായിരുന്നു. സഭയുടെ പൊതുവായ കാര്യങ്ങൾ നിശ്ചയിക്കുന്നതിനായി വൈദികരും കുടുംബനാഥന്മാരും ഉൾപ്പെട്ട പള്ളി യോഗം എന്ന് പറയുന്ന ഒരു സംവിധാനം അന്നു മുതലേ ഇവിടെയുണ്ട്. ഇതിന്റെ അധ്യക്ഷൻ ആർച്ച് ഡീക്കനായിരുന്നു. ഇടവകകളിലും സമാനമായ പള്ളിയോഗ സംവിധാനം ഉണ്ടായിരുന്നു. ഇത് ആദിമകാലം മുതലേ നമുക്ക് മാത്രമുണ്ടായിരുന്ന വളരെ പ്രത്യേകമായ ഒരു ഭരണ സംവിധാനമാണ്. അടുത്തതാണ് മറ്റൊരു പ്രധാനപ്പെട്ട സവിശേഷത, സാംസ്കാരിക അനുരൂപണം. അതായത് പോർച്ചുഗീസ് മെത്രാന്മാരും ലത്തീൻ റീത്തും കേരളത്തിൽ എത്തുന്നതിനും 1400 വർഷങ്ങൾക്ക് മുൻപേ കേരളത്തിൽ സ്ഥാപിതമായ മാർത്തോമ നസ്രാണി സഭ ഭാരതത്തിൻ്റെതായ സാംസ്കാരിക തനിമകൾ സ്വാംശീകരിച്ചിരുന്നു. ഇവിടുത്തെ നിർമ്മിതികളിലും ക്രമങ്ങളിലും ഭാരതീയ ശൈലി അന്നു മുതലേ അനുരൂപണം ചെയ്യപ്പെട്ടിരുന്നു. പോർച്ചുഗീസ് മാതൃകയിലുള്ള നിർമ്മിതികളെല്ലാം സംഭവിക്കുന്നത് 1400കൾക്ക് ശേഷമാണ്. എന്നാൽ അതിനു മുൻപേ പുരാതന മാർത്തോമ ദേവാലയങ്ങൾ ഹൈന്ദവ ക്ഷേത്രങ്ങളുടെ മാതൃകയിലാണ് നിർമ്മിച്ചിരുന്നത്. ദേവാലയങ്ങൾക്ക് മുകളിൽ സ്ഥാപിച്ചിരുന്ന കുരിശ് അവയെ ഈ ക്ഷേത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമാക്കിയിരുന്നു. ഓടുകളെല്ലാം മേഞ്ഞ് പള്ളിയുടെ ഉൾവശം മദ്ബഹ, ക്രസ്ത്രോമ, ഹൈക്കല എന്നിങ്ങനെ 3 തലങ്ങളായി തിരിച്ച് വിളക്കുകൾ, മുത്തുകുടകൾ എന്നിവ പള്ളികളിൽ ഉപയോഗിച്ച ഒരു സാംസ്കാരിക അനുരൂപണമായിരുന്നു അവ. പള്ളികളുടെ പടിഞ്ഞാറ് ഭാഗത്ത് കൊടിമരം സ്ഥാപിക്കുന്നതും മേൽക്കുരിശുള്ള കുരിശിൻ തൊട്ടി സ്ഥാപിക്കുന്നതെല്ലാം ഇങ്ങനെയുള്ള സാംസ്കാരിക അനുരൂപണത്തിന്റെ ഭാഗമായിരുന്നു. അതുപോലെ തന്നെ ഒരു ക്രൈസ്തവ സമൂഹത്തിലേക്ക് നിലനിന്നിരുന്ന സംസ്കാരത്തിന്റെ അല്ലെങ്കിൽ നിലനിന്ന നാടിന്റെ ബാഹ്യരൂപം സ്വീകരിച്ചപ്പോൾ താലികെട്ട്, ചില സവിശേഷ വസ്ത്രധാരണ രീതി, പുരുഷന്മാരുടെ ശിരസിലെ കുടുമി അത് പിൽക്കാലത്ത് ഒഴിവാക്കപ്പെട്ടു. കിഴക്കിന് ദർശനമായ ഭവനങ്ങൾ, പള്ളികൾ, തനതായ വൈദിക പരിശീലന രീതി, അതായത് സ്വന്തമായി വൈദികരെ പരിശീലിപ്പിക്കുന്ന രീതി തുടങ്ങിയവ മാർത്തോമ സഭയുടെ തനതു പാരമ്പര്യമായി വളർന്നു വന്നിരുന്നു. ഇനി അടുത്തതും അവസാനത്തേതുമായ സവിശേഷതയാണ് ജീവിതശൈലിയുടെ തനിമ. മാർത്തോമ നസ്രാണികൾ വിശ്വാസത്തിൽ ക്രിസ്ത്യാനികളും ആരാധനാക്രമത്തിൽ പൗരസ്ത്യരും സംസ്കാരത്തിൽ ഭാരതീയരുമായിരുന്നു. ഇത് നമ്മൾ ഏറ്റവും കൂടുതൽ അറിഞ്ഞിരിക്കേണ്ട പോയിന്റാണ്. അതായത് വിശ്വാസത്തിൽ ലോകത്തുള്ള എല്ലാ കത്തോലിക്ക വിശ്വാസികളും ഒരേ വിശ്വാസവും ഒരേ കൂദാശകളുമാണ് പിന്തുടരുന്നത്. 24 വ്യക്തിസഭകളിൽ ഉള്ളവർ എല്ലാവരും. അതുകൊണ്ട് വിശ്വാസത്തിൽ നമ്മളെല്ലാവരും ക്രിസ്ത്യാനികളും കത്തോലിക്കരുമാണ്. രണ്ടാമത്തേത്, ആരാധനാക്രമത്തിൽ നമ്മൾ പൗരസ്ത്യരാണ്. നേരത്തെ പറഞ്ഞതുപോലെ ഈ 24 സഭകളിൽ പൗരസ്ത്യരും പാശ്ചാത്യരുമായ വിവിധ ആരാധനാക്രമ റീത്തുകൾ പിന്തുടരുന്ന സഭകളിൽ പൗരസ്ത്യ റീത്ത് പിന്തുടരുന്ന ഒരു സഭയാണ് നമ്മുടേത്. ഇനി മൂന്നാമത്, സംസ്കാരത്തിൽ നമ്മൾ ഭാരതീയരുമാണ്. നമ്മുടെ സഭ രൂപപ്പെട്ടതും വളർന്നതും
ഭാരത മണ്ണിലാണ് 2000 വർഷങ്ങൾ കൊണ്ട്. അതുകൊണ്ട് നമുക്ക് കത്തോലിക്കാ വിശ്വാസവും പൗരസ്ത്യ ആരാധനാക്രമവും ഭാരത സംസ്കാരവുമാണ് ഉള്ളത്. മാർത്തോമ നസ്രാണികളുടെ ജീവിത രീതി മാർത്തോമ മാർഗം എന്നാണ് പണ്ട് മുതലേ അറിയപ്പെട്ടത്. നോമ്പും ഉപവാസവും ജീവിതശൈലിയാക്കിയ മാർത്തോമ നസ്രാണികൾ നോമ്പിന്റെ സഹോദരർ എന്നും അറിയപ്പെട്ടിരുന്നു. കാരണം 50 നോൻപ് മാത്രമല്ല മാർത്തോമ നസ്രാണികൾക്ക് ഉണ്ടായിരുന്നത്. 3 നോമ്പ്, 15 നോമ്പ്, 8 നോമ്പ് മുതലായ പ്രധാന നോമ്പുകളെല്ലാം ഒരു ആരാധനാക്രമ മത്സരത്തിൽ അവർ പലപ്പോഴായി ആചരിച്ചിരുന്നു. അതുകൊണ്ട് നോമ്പിന്റെ സഹോദരന്മാർ, ഉപവാസത്തിന്റെ സഹോദരന്മാർ എന്നെല്ലാം നമ്മുടെ പൂർവികർ ആദിമകാലം മുതലേ അറിയപ്പെട്ടിരുന്നു. ഇതുകൂടാതെ ജനനം, മരണം, വിവാഹം, കുടുംബത്തിലെ ചടങ്ങുകൾ എന്നിവ ഭാരതീയ ശൈലിയുള്ള നിരവധി ആചാരങ്ങൾ നമ്മൾ പിന്തുടർന്നിരുന്നു. എല്ലാ മതങ്ങളോടും സൗഹാർദ്ദത്തിലും സമാധാനത്തിലും ജീവിക്കുന്ന മാർത്തോമ നസ്രാണികൾ എല്ലാവരുടെയും ആദരവിന് അർഹരായിരുന്നു. നാടുവാഴികൾ രാജശാസനങ്ങൾ വഴി നമ്മുടെ പൂർവികർക്ക് പ്രത്യേക പദവികളും ആനുകൂല്യങ്ങളും അവകാശങ്ങളും നൽകിയിരുന്നത് ഇതുകൊണ്ടാണ്. ഇനി നമ്മളെല്ലാവരും ഒരുപക്ഷെ ശ്രദ്ധിക്കാത്ത വളരെ പ്രധാനപ്പെട്ട വളരെ വ്യക്തമായ ഒരു തനിമ നമ്മുടെ സമൂഹത്തിനുള്ളത് പെസഹായ്ക്ക് അപ്പം വീട്ടിലുണ്ടാക്കി ഗൃഹനാഥൻ മുറിച്ച് കുടുംബാംഗങ്ങൾക്ക് നൽകുന്ന ഈശോയുടെ പെസഹ അനുസ്മരണം സീറോ മലബാർ സഭയുടെ സ്വന്തം പൈതൃകമാണ്. ഇത് മറ്റൊരു സഭയിൽ, ലത്തീൻ സഭയിലോ മറ്റൊരു സഭയിലോ നമുക്ക് കാണാൻ സാധിക്കാത്ത പുരാതന കാലം മുതലേ രൂപപ്പെട്ട ഒരു ആചാരമാണ്. ഈശോയുടെ രണ്ടാം വരവിനെ പ്രതീക്ഷിക്കുന്ന തീർത്ഥാടക സമൂഹം എന്ന നിലയ്ക്ക് കിഴക്കിന് അഭിമുഖമായി ബലിപീഠം നിർമ്മിക്കുന്നതിനും ദേവാലയങ്ങളിലും കുടുംബങ്ങളിലും കിഴക്കോട്ട് തിരിഞ്ഞ് പ്രാർത്ഥിക്കുന്നതിനും സീറോ മലബാർ സഭ ഒരു പ്രത്യേക പരിഗണന പുരാതന കാലം മുതലേ നൽകിയിരുന്നു. ഇതെല്ലാം നമ്മുടെ സഭയുടെ പ്രത്യേകമായ തനിമകളാണ്, സവിശേഷതകളാണ്. ഇതുപോലെ തന്നെ അനേകം സവിശേഷതകളും തനിമകളും നിറഞ്ഞതാണ് ഈ പരിശുദ്ധ കത്തോലിക്ക സഭയിലുള്ള മറ്റ് 23 വ്യക്തിസഭകളും. അങ്ങനെ നമ്മുടെ അമ്മയായ സീറോ മലബാർ സഭയുടെ ജനനത്തെക്കുറിച്ച്, വളർച്ചയെക്കുറിച്ച്, ചരിത്രത്തെക്കുറിച്ചെല്ലാം നമ്മൾ കൂടുതൽ ഗാഠമായി അറിഞ്ഞു. നമ്മുടെ അമ്മയായ സഭയെ നമുക്ക് കൂടുതൽ നല്ലതായി സ്നേഹിക്കാം, മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കാം. ഈശോയെ ലോകത്തിന് നൽകാൻ മാർത്തോമാ സ്ലിഹായിൽ സ്ഥാപിതമായ നമ്മുടെ സഭ 2000 വർഷങ്ങൾക്ക് ശേഷവും നിറഞ്ഞ ചൈതന്യത്തോടെ യാത്ര തുടരുകയാണ്. ഈ അമ്മയായ സഭയുടെ ഉത്തമ സന്താനങ്ങളായി ജീവിക്കുമ്പോൾ നാം ഈശോയുടെ ഉത്തമ ശിഷ്യരായിരിക്കും. അപ്പോൾ നമ്മുടെ ജീവിതയാത്ര സ്വർഗത്തിന് അഭിമുഖമായി തിരികെയും ചെയ്യും. തോമാസ് സ്ലിഹ സ്ഥാപിച്ച 7 പള്ളികൾ എന്നറിയപ്പെടുന്ന വിശ്വാസ സമൂഹങ്ങൾ ഒന്നുകൂടി ആവർത്തിച്ച് പറഞ്ഞുകൊണ്ട് ഞാൻ ഇത് നിർത്തട്ടെ. കൊടുങ്ങല്ലൂർ, പാലയൂർ, കോട്ടേക്കാവ്, കോക്കമംഗലം, നിരണം, നിലയ്ക്കൽ, കൊല്ലം, തിരുവാങ്കോട്. ഇതിൽ തിരുവാങ്കോടാണ് അരപ്പള്ളി എന്നറിയപ്പെടുന്നത്. ഇത്രയും വിശ്വാസ സമൂഹങ്ങളിലൂടെ ഉത്ഭവിച്ചതും ഇന്ന് പടർന്ന് പന്തലിച്ച് വ്യാപിച്ചതുമായ ഒരു വലിയ സഭയാണ് നമ്മുടെ സഭ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.